പ്രമേഹം ഇന്ത്യയിൽ വളരെ വളരെ കോമൺ കണ്ടീഷനാണ്. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഇസ് ജെനറ്റിക്സ്. പ്രമേഹമുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം, പേടിക്കേണ്ട ആവശ്യമില്ല. ഡയബറ്റിക് പേഷ്യൻസിനകത്ത് കാല് വേദന വന്ന ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ എപ്പോഴും കേൾക്കുന്ന ഒരു ആരോപണം എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ഡോക്ടർമാര് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാല് മുറിച്ച് നിൽക്കുന്നതെന്ന്. എളുപ്പത്തിന് വേണ്ടിയല്ല മാം. പണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. വിരല് കറുത്ത് വരാണ്, അതിനാണ് ഗാംഗ്രീൻ എന്ന് പറയാം. അതിനകത്ത് നല്ലോണം കറുത്ത് വന്ന ആ ഭാഗം നശിപ്പോയി. ഡയബറ്റീസ് പേഷ്യൻസിനകത്ത് കാലിനകത്ത് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും അതേ ഭാഗത്ത് തട്ടിയാണ് പല ആൾക്കാർക്കും ഡയബറ്റിക് ഫുട്ട് ഉണ്ടാവും, തഴമ്പുണ്ടാവും, അത് ഇൻഫെക്റ്റഡ് ആവാം. നമ്മൾ പലപ്പോഴും തമാശയായി പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ പല വീടുകളിലും ഒരാളെങ്കിലും പ്രമേഹ രോഗിയായിട്ടുണ്ടാകുമെന്ന്. പക്ഷെ പറയുന്നത്ര തമാശയല്ല വിഷയം എന്ന് നമുക്കറിയാം, അത് അത്രയും കാര്യമാണ്. പലർക്കും തന്നെ പ്രമേഹം വന്നു കഴിഞ്ഞാൽ പേടിയാണ്, കാല് മുറിച്ചു മാറ്റേണ്ടി വരുമോ എന്ന്. ഈ വിഷയത്തിലൊക്കെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടർ ലിജേഷ് കുമാർ നമ്മളോടൊപ്പം ചെയ്തു. നമസ്കാരം ഡോക്ടർ. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രമേഹ രോഗത്തെ കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് തങ്ങളുടെ കാല് മുറിച്ച് മാറ്റേണ്ടി വരുമോ ഡയബറ്റിക് ആയി കഴിഞ്ഞാൽ എന്നുള്ളതാണ് കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ? സോ ഇന്റർവെൻഷണൽ റേഡിയോളജി ഇസ് എ സബ് സ്പെഷ്യാലിറ്റി ഓഫ് റേഡിയോളജി. റേഡിയോളജി നമുക്ക് എല്ലാവർക്കും അറിയാം, റേഡിയോളജി ഇല്ലാണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിൻ ഇല്ല. കാരണം എക്സ്റേ, CT സ്കാൻ, അൾട്രാസൗണ്ട്, MRI ഇതൊക്കെയാണ് റേഡിയോളജിയുടെ മെയിൻ മെഷീൻസ് ദാറ്റ് വി യൂസ്. ഇപ്പോൾ റേഡിയോളജി വഴി നമ്മൾ അസുഖം കണ്ടുപിടിക്കുന്നു. ഇന്റർവെൻഷൻ റേഡിയോളജി അതേ മെഷീൻസ് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് അസുഖത്തിലെത്തുകയും ആ അസുഖം ചികിത്സിക്കുകയും ചെയ്യുന്നതാണ് ഇന്റർവെൻഷൻ റേഡിയോളജി. അപ്പോൾ ഇന്റർവെൻഷൻ റേഡിയോളജി വഴി ചികിത്സിക്കുമ്പോൾ കാര്യമായിട്ട് മുറിവുണ്ടാവില്ല, ആക്യുറസി വളരെ കൂടുതലാണ്, എന്നുവെച്ചാൽ കൃത്യത വളരെ കൂടുതലാണ്, ആൻഡ് റിക്കവറി ഈസ് വെരി ഫാസ്റ്റ്. എന്ന് വെച്ചാൽ അസുഖം പ്രാപിക്കുന്നത് വേണ്ടി അത്ര ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല. ആൻഡ് കോസ്റ്റ് കൺസേൺസ് ആണെങ്കിലും ചിലവ് മിക്കവാറും മോസ്റ്റ് കണ്ടീഷൻസിനകത്ത് കമ്പയർഡ് ടു ട്രഡീഷണൽ ട്രീറ്റ്മെന്റ്സ് കോസ്റ്റ് കുറവാണ്. ഇനി നമ്മൾ പ്രമേഹത്തിലേക്ക് ഡയബറ്റിക് പേഷ്യൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് ആളുകൾക്ക് പ്രമേഹം വരുമ്പോൾ അല്ലെങ്കിൽ താൻ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്ന് അറിയുമ്പോൾ ഇത്രയധികം ടെൻഷൻ വരുന്നത്? കാല് മുറിച്ച് മാറ്റേണ്ടി വരുമോ എന്നൊക്കെ ഭയക്കാനുള്ള ഒരു കാരണം എന്താണ്? യെസ്, സോ മാം, ഡയബറ്റീസ് നമുക്കറിയാം, പ്രമേഹം അല്ലേ? പ്രമേഹം India is known as one of the diabetic capitals of the world. എന്നുവെച്ചാൽ പ്രമേഹം ഇന്ത്യയിൽ വളരെ വളരെ കോമൺ കണ്ടീഷനാണ്. അതിന് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഇസ് ജെനറ്റിക്സ്. വി ആർ പ്രോൺ ഫോർ ദാറ്റ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. നമ്മൾ ഇന്ത്യക്കാരാണ് എക്സസൈസ് ചെയ്യാത്ത മെയിൻ പോപ്പുലേഷൻ. ഇപ്പൊ ആ ട്രെൻഡ് കുറച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വി ഡോണ്ട് എക്സസൈസ് ടു മച്ച്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് വളരെ മോശമാണ്. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല, ബട്ട് ഇന്ത്യ ഈസ് മോർ പ്രോൺ ഫോർ ദാറ്റ്. ആൻഡ് നമ്മൾ കണ്ടിരിക്കുന്ന പഠനങ്ങൾ നമ്മൾ കാണുന്നത് പ്രമേഹം ഇന്ത്യക്കാരിൽ ബാക്കി പോപ്പുലേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 1 decade, എന്നുവെച്ചാൽ ഒരു 10 വർഷം മുമ്പാണ് ഇന്ത്യക്കാരിൽ കാണുന്നത്. സോ ആൻഡ് കേരളം എസ്പെഷ്യലി വി ഹാവ് എ ഗുഡ് ലൈഫ് സ്പാൻ. സോ the population is living with diabetes much longer than the western population. അപ്പോൾ പ്രമേഹം നമുക്കറിയാം, പ്രമേഹം പല അവയവങ്ങളെയും ബാധിക്കാം. കിഡ്നിയെ ബാധിക്കാം, അത് രക്തവളിനെ ബാധിക്കാം, നെർവ്സിനെ ബാധിക്കാം. അപ്പോൾ ഡയബറ്റിക് ഫുഡിനകത്ത് മെയിൻലി നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് പ്രമേഹം കാരണം. പ്രമേഹമുള്ള ആൾക്കാർക്ക് കാലിനകത്ത് മുറിവ് ഉണ്ടാവാനുള്ള ചാൻസ്, ഡയബറ്റിക് ഫുഡ് വരാനുള്ള ചാൻസ് 50% ആണ്. അൾസേഴ്സ് വരാനുള്ള ചാൻസ് 50% ആണ്. ആ 50% പേഷ്യൻസിനകത്ത് 25% പേഷ്യൻസിന്റെ അൾസർ ഇൻഫെക്റ്റഡ് ആവാം. ഞാൻ ഇൻഫെക്റ്റഡ് അൾസേഴ്സിനകത്ത് എന്നുവെച്ചാൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസിനെ 10% ആൾക്കാരുടെ കാല് നഷ്ടപ്പെടും, എന്നുവെച്ചാൽ ആംപുട്ടേഷനിൽ പോകും. അപ്പോൾ പേടിക്കാൻ കാരണം ഉണ്ടോയെന്ന് വെച്ചാൽ പേടിക്കാൻ കാരണമുണ്ട് അല്ലേ? പക്ഷെ ആ പേടി കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. യു ഹാവ് ടു ബി കെയർഫുൾ. അപ്പോൾ പ്രമേഹമുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം, പേടിക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ കാലിനകത്ത് മുറിവ് വന്ന വൈകാണ്ട് തന്നെ ഡോക്ടറെ കാണിക്കണം, ഡോപ്ലർ ചെയ്യണം. ഡോപ്ലർ എന്ന് വെച്ചാൽ രക്തക്കുഴലിന്റെ അവസ്ഥ നമുക്ക് കണ്ടുപിടിച്ചിരിക്കണം.
ഇപ്പൊ രക്തക്കൊഴലിനകത്ത് നല്ല ഫ്ലോ ഉണ്ടെങ്കിൽ മീൻസ് നല്ല വാസ്കുലാരിറ്റി ഉണ്ട്, അത് രക്തക്കൊഴലിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല, ആൻഡ് കാലിന്റെ പാദം വരെ നല്ല രക്തോട്ടം വരുന്നുണ്ടെങ്കിൽ പിന്നെ പേടി നമുക്ക് കുറച്ച് കുറയ്ക്കാം. കാരണം അങ്ങനത്തെ കേസിനകത്ത് മെജോറിറ്റി കേസസ് നമുക്ക് വൂണ്ട് മാനേജ് അൾസർ മാനേജ്മെന്റും ഷുഗർ കൺട്രോൾ ചെയ്താൽ തന്നെ മെജോറിറ്റി കേസസ് നമുക്ക് കാലിൽ രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷെ രക്തക്കൊഴലിനകത്ത് നല്ല ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പേടി നല്ലോണം കൂടും. കാരണം മെജോറിറ്റി കേസസ് അങ്ങനത്തെ കേസസിനകത്ത് രക്തോട്ടം നമുക്ക് മീൻസ് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി വഴി നമുക്ക് രക്തോട്ടം കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് പേഷ്യന്റ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കാല് നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് പ്രോപ്പർ സമയത്ത് കറക്റ്റ് സമയത്ത് പേഷ്യന്റ് വരാണ് ആൻജിയോപ്ലാസ്റ്റി നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ more than 90-95% ഇൻഫെക്റ്റഡ് അൾസേഴ്സിനകത്തും നമുക്ക് കാല് രക്ഷപ്പെടുത്താൻ പറ്റും. അതായത് ഇപ്പം പ്രമേഹം ഉള്ള ഒരാൾക്ക് എന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, അവർക്ക് കാലിന് വേദനയുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ മുറിവില്ല, അപ്പൊ അവര് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എപ്പോഴാണ് അവർ അത്തരത്തിലൊരു ഫീലിംഗ് വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്തേക്ക് വരുന്നത്? If you ask me, ma'am, ഡയബറ്റിക് പേഷ്യൻസിനകത്ത് കാല് വേദന വന്നാൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പല ഡയബറ്റിക് ഫുഡ് സ്റ്റാർട്ടേഴ്സ് സെല്ലൈറ്റിസ് അല്ലെങ്കിൽ പുറത്ത് ചില മുറിവ് കാണാൻ തുടങ്ങിയെന്ന് വരില്ല. അങ്ങനത്തെ ആൾക്കാരും ഡയബറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ എൻഡോക്രോളജിസ്റ്റ് കാണിക്കേണ്ടതാണ്. അവർ നോക്കി കഴിഞ്ഞിട്ട് ഫിസീഷ്യൻ മീൻസ് എല്ലായിടത്തും ഡയബറ്റോളജിസ്റ്റ് അല്ലെങ്കിൽ എൻഡോക്രോളജിസ്റ്റ് ഉണ്ടാവില്ല, അവർ ഫിസീഷ്യനെ കാണിക്കുക. എക്സ്പെർട്ട് ഫിസീഷ്യൻസ് ഉണ്ട്, അവരും പല ആൾക്കാരും നല്ലോണം ഡയബറ്റീസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞിട്ട് അവരെ എക്സാമിൻ ചെയ്ത് അവർ മിക്കവാറും ആദ്യം ജനറൽ സർജൻസ് അല്ലെങ്കിൽ കൊറിയാറ്റിക് സർജൻസിനെ കാണിക്കാം. പ്രോപ്പർ എക്സാമിനേഷൻ ചെയ്തിട്ട് കുഴപ്പമില്ല മെഡിസിൻസ് കഴിച്ചാൽ മതി. ബട്ട് കാല് വേദന എസ്പെഷ്യലി ഫുട്ട് കാൽപാദത്തിലുള്ള വേദനയാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കില്ല, പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൃദയവുമായി ബന്ധപ്പെട്ട ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം കാലും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് ഇത് സെയിം രീതിയിലാണോ? So techniques almost similar ആണ്, but the expertise is different. Okay. ആൻജിയോപ്ലാസ്റ്റി ഞാൻ ആദ്യം പറഞ്ഞത് 1964 ആദ്യം തുടങ്ങിയ, അത് കാലിന്റെ ആൻജിയോപ്ലാസ്റ്റി വെച്ച് വഴിയാണ് ആൻജിയോപ്ലാസ്റ്റി ആദ്യം തുടങ്ങിയത്. So the father of all angioplasty, if you ask me, is peripheral angioplasty. എന്നുവെച്ചാൽ കാലിന്റെ ആൻജിയോപ്ലാസ്റ്റി ആണ് ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന ടെക്നീക്സ് തന്നെ കണ്ടുപിടിക്കാനുള്ള കാരണം. അതിന്റെ കാർഡിയോളജി വേർഷനാണ് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി. അത് കാർഡിയോളജിസ്റ്റ് ആ ആൻജിയോപ്ലാസ്റ്റി വഴി ആ ടെക്നീക്ക് പഠിച്ച് കൊറോണറി ആൻജിയോപ്ലാസ്റ്റി വേറെ രീതിയിൽ വേറെ വഴിക്കാണ് ഡെവലപ്പ് ആയത്. ആൻഡ് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ഇന്റർവെൻഷനോളജിസ്റ്റ് ആണ് റിഫൈൻ ചെയ്ത്, പിന്നെ ഇപ്പൊ ബാക്കി സ്പെഷ്യാലിറ്റീസും ചെയ്യുന്നുണ്ട്. ആൻജിയോപ്ലാസ്റ്റിനകത്ത് നമുക്ക് കിറി മുറിക്കേണ്ട ആവശ്യമില്ല, ഒരു മുട്ടുസൂചിന്റെ അത്ര മുറിവ് ഉണ്ടാവുള്ളൂ. രക്തത്തിനകത്ത് പോയിട്ട് ആൻജിയോഗ്രാം ചെയ്ത് എവിടെയാ ബ്ലോക്ക് ഉള്ളത് ആ ബ്ലോക്ക് വയറും കത്തീറ്റേഴ്സും ബലൂൺസ് വഴി ക്രോസ് ചെയ്തിട്ട് ഡയലേറ്റ് ചെയ്യും. ഡയലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബലൂൺ ഇങ്ങനെ ബ്ലോക്കിനകത്ത് വികസിപ്പിച്ച് കുറച്ച് നേരം വെക്കും. അപ്പൊ ബ്ലോക്ക് വരാനുള്ള കാരണം അത് അത്രോസ്ക്ലെറോട്ടിക് പ്ലാക്സ് ആണ്. ആ പ്ലാക്ക് മെറ്റീരിയൽ നമ്മൾ ബലൂൺ കുറെ നേരം വികസിപ്പിച്ച് വെക്കുമ്പോൾ എല്ലാ സൈഡിലും മാറിപ്പോകും. അപ്പോൾ വീണ്ടും ബ്ലഡ് പോകാൻ ഉള്ള വഴി തുറന്നു കിട്ടും. അതാണ് ആൻജിയോപ്ലാസ്റ്റി. ദാറ്റ്സ് എ വെരി സിമ്പിൾ ടെക്നിക് ആൻഡ് ദാറ്റ് ഈസ് എ ബെസ്റ്റ് ടെക്നിക് ഓൾസോ. ബെസ്റ്റ് ടെക്നിക് എന്ന് വെച്ചാൽ നമുക്കൊന്നും സ്റ്റെന്റ് ഇടാതിരിക്കുക, അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അല്ലേ. ബട്ട് ചില ആൻജിയോപ്ലാസ്റ്റിനകത്ത് നമ്മുടെ രക്തക്കൊഴലിന്റെ കണ്ടീഷൻ തന്നെ അത്ര നന്നായിരിക്കില്ല, ആ പ്ലാക്ക് അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, എല്ലാ പ്ലാക്കും ഇങ്ങനെ ബലൂൺ കൊണ്ട് മാറി കിടക്കണമെന്നില്ല. അപ്പൊ ചില കേസിനകത്ത് ഈ പ്ലാക്ക് ഓപ്പൺ ആവില്ല, തുറന്നു കിട്ടില്ല. അങ്ങനത്തെ കണ്ടീഷനകത്ത് നമുക്ക് അഡ്വാൻസ് ടെക്നീക്സ് അഥറക്ടമി ആവാം, IV ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി ആവാം. ഇതൊക്കെ പുതിയ ചികിത്സാ രീതിയാണ്. അതുവഴി എത്ര കട്ടിയുള്ള കാൽഷ്യം ആണെങ്കിലും മീൻസ് ബ്ലോക്കുള്ള മെറ്റീരിയൽ ആണെങ്കിലും അത് നമുക്ക് പൊട്ടിക്കുകയോ അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ബലൂൺ കൊണ്ട് വീണ്ടും വീർപ്പിക്കാൻ പറ്റും. ചില കണ്ടീഷൻസിനകത്ത് നമുക്ക് സ്റ്റെന്റ് പോലും ഇടേണ്ടി വരാം. അതുപോലെ എപ്പോഴും കേൾക്കുന്ന ഒരു ആരോപണം എന്ന് വേണമെങ്കിൽ പറയാം, അതായത് ഡോക്ടർമാര് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കാല് മുറിച്ച് നിൽക്കുന്നതെന്ന്. എളുപ്പത്തിന് വേണ്ടിയല്ല മാം. പണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. പണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ പണ്ട് till around 10-15 years back നമുക്ക് ആൻജിയോപ്ലാസ്റ്റി എന്ന കോൺസെപ്റ്റ്, കാലിന്റെ ആൻജിയോപ്ലാസ്റ്റി എന്ന കോൺസെപ്റ്റ് ഉണ്ടെങ്കിലും
അത് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ദ ഹാർട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയും കാലിന്റെ ആൻജിയോപ്ലാസ്റ്റിയും വ്യത്യാസം എന്താണ് അല്ലെ? കോൺസെപ്റ്റ് സിമിലർ ആണെങ്കിലും യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും എക്സ്പെർട്ടീസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ കാലിന്റെ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയുള്ള വയേഴ്സ് അല്ലെങ്കിൽ ബലൂൺസ് അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ഹാർട്ട് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ഹാർട്ടിന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ഞാൻ ആദ്യം പറഞ്ഞു കാർഡിയോളജിസ്റ്റ് ആണ്, കാലിന്റെ എക്സ്പേർട്സ് ഇന്റർവെൻഷനോളജിസ്റ്റ് ആണ്. ഇപ്പൊ 10-15 years ബാക്ക് ആ എക്സ്പെർട്ടീസ് വളരെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ മൊത്തം. മുംബൈ എന്ന സ്ഥലത്ത് മാത്രമാണ് കാലിന്റെ ആൻജിയോപ്ലാസ്റ്റിന്റെ എക്സ്പേർട്സ് ഒരു 10-15 years അവിടെ മാത്രം നമുക്ക് എക്സ്പേർട്സ് എന്ന് പറയാവുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഫോർ ലാസ്റ്റ് 10-15 years എക്സ്പെർട്ടീസ് എല്ലായിടത്തും ഇപ്പോൾ വന്നിട്ടുണ്ട്. ആൻഡ് കാലിന്റെ ആൻജിയോപ്ലാസ്റ്റിനകത്ത് അഗെയിൻ more than 95% ഇൻഫെക്റ്റഡ് അൾസേഴ്സ് ആയി നമുക്ക് കാലിൽ രക്ഷപ്പെടുത്താൻ പറ്റും. ബട്ട് പല ആൾക്കാരും കറക്റ്റ് സമയത്ത് വരില്ല. പല ആൾക്കാരും അവർക്കറിയില്ല എവിടെയാ പോകേണ്ടതെന്ന്. പല ആൾക്കാരും മോഡേൺ മെഡിസിൻ എല്ലാം വരിക, പച്ചമരുന്ന് ബാക്കിയെല്ലാം ചെയ്തിട്ട്. എന്റെ ക്വസ്റ്റ്യനും അടുത്ത് അത് തന്നെയാണ്. അതായത് ആളുകള് ഒരു മരുന്നിനെയും നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷെ ആളുകൾ ചിലപ്പോൾ ഈ പ്രമേഹം വരും, കാല് പൊട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് പച്ചമരുന്നുകൾ അരച്ച് തേച്ച് അതിനെ ഉണക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വൂണ്ടിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അത് കൂടുതൽ ചിലപ്പോൾ മിസ്റ്റേക്കിലേക്ക് പോകാറുണ്ട്. അങ്ങനത്തെ അബദ്ധങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഡോക്ടറിന്റെ അടുത്തേക്ക് ആളുകൾ വരാറുണ്ടോ? സോ ഇത് മാത്രമേ ഉള്ളൂ മാം. നമ്മൾ പേഷ്യൻസിനെ കൗൺസിലിംഗ് നമ്മൾ പറയുന്നത് ബ്ലഡിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. കാരണം ബ്ലഡ് വഴിയാണ് നമുക്ക് ഓക്സിജൻ എല്ലായിടത്തും എത്തുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും ബ്ലഡിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് എല്ലായിടത്തും വരേണ്ടത്. നമ്മൾ കഴിക്കുന്ന മരുന്നാണെങ്കിലും അത് ബ്ലഡ് വഴിയാണ് വരേണ്ടത്. ഇഞ്ചെക്ഷൻസ് ആണെങ്കിലും ബ്ലഡ് വഴിയാണ് വരേണ്ടത്. അപ്പൊ ബ്ലഡ് തന്നെ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഇഞ്ചെക്ഷൻ വെച്ചാലും അല്ലെങ്കിൽ എത്ര പച്ച മരുന്ന് വെച്ച് എത്ര കെട്ടി വെച്ചാലും മുറിവുണങ്ങില്ല. ആൻഡ് കണ്ടീഷൻ വഷളായിക്കൊണ്ടിരിക്കുള്ളൂ. സോ അഗെയിൻ ദ കോൺസെപ്റ്റ് നൗ ഈസ് കാലിനകത്ത് മുറിവ് വന്നാൽ അത് പ്രമേഹ രോഗി ആവണമെന്നില്ല. ഏത് പേഷ്യൻ്റ് ആണെങ്കിലും മുറിവ് ഉണങ്ങാനുള്ള ഒരു ശരാശരി ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞിട്ടും മുറിവ് ഉണങ്ങുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വലുതായിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിന്റെ എഡ്ജസ് അത് കറുത്ത് വരാണെങ്കിൽ നമുക്ക് കാലിന്റെ ഡോപ്ലർ സ്കാൻ ചെയ്യാം. ഡോപ്ലർ സ്കാൻ ഈസ് വെരി സിമ്പിൾ സ്കാൻ. 10 മിനിറ്റ് എടുക്കുള്ളൂ ചെയ്യാൻ വേണ്ടി. രക്തോട്ടം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. രക്തോട്ടം നല്ല രക്തോട്ടം ഉണ്ടെങ്കിൽ ദെൻ വി ആർ ഓക്കെ. എല്ലാം നന്നായി എന്നല്ല, വി ആർ ഓക്കെ ഇൻ ദ സെൻസ് ദാറ്റ് കാല് ആൻജിയോപ്ലാസ്റ്റി ഇല്ലാണ്ട് തന്നെ നന്നാക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ആൻജിയോപ്ലാസ്റ്റി എന്ന ആ കണ്ടീഷനകത്ത് നമുക്ക് ആവശ്യമില്ല. ആൻഡ് ബ്ലഡ് ഉണ്ട് അവിടെ. അപ്പൊ ബ്ലഡ് ഉണ്ടെങ്കിൽ മരുന്ന് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഡീബ്രൈഡിങ് സർജറി വഴി ആ കേടായ ഭാഗം മാറ്റി ആ മുറിവുടങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ബട്ട് മറുപക്ഷം വളരെ മോശം രക്തോട്ടാണെങ്കിൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. സോ ദ ഫസ്റ്റ് തിങ് നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിനകത്തും ഓൾ മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റൽസ് കാലിനകത്ത് മുറിവ് വന്നാൽ ആദ്യം ചെയ്യുന്ന ഡോപ്ലർ സ്കാൻ ആണ്. രക്തോട്ടം എങ്ങനെ കണ്ടുപിടിക്കും? ക്ലിനിക്കൽ എക്സാമിനേഷനകത്ത് നമുക്ക് നല്ല പൾസ് കാൽപാദത്തിൽ കിട്ടണമെങ്കിൽ അതിനർത്ഥം രക്തോട്ടം നല്ലതാണ്. അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ ഡോപ്ലർ സ്കാൻസ് മുറിവ് അത്ര മോശം അല്ലെങ്കിൽ ഡോപ്ലർ സ്കാൻ പോലും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ഈ രക്തോട്ടം മൊത്തം കാൽസിഫൈഡ് ആവും, ഹാർഡ് ആവും. ഇപ്പോൾ പ്രോപ്പർലി ചെല്ലും പൾസ് കിട്ടുന്നില്ല. അപ്പോൾ പൾസ് കിട്ടുന്നില്ല ആൻഡ് മുറിവുണ്ട്, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോപ്ലർ സ്കാൻ ചെയ്യുക. ആൻഡ് അതുവഴി നമുക്ക് അറിയാൻ പറ്റും ഈ മുറിവ് ഏകദേശം എങ്ങോട്ടാ പോണേ എന്ന് നമുക്ക് അറിയാൻ പറ്റും. മുറിവ് വന്നാൽ പെട്ടെന്ന് മോഡേൺ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാം. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസ്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ, നമ്മള് കാലിന്റെ പാദത്തിലോ അല്ലെങ്കിൽ വിരലിലോ ഒക്കെ കറുപ്പ് നിറം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം കൃത്യമായി രക്തയോട്ടം വരാതിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അല്ലെ? അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജിയിലൂടെ ആ ഒരു കാലിലേക്ക് കൃത്യമായി രക്തം എത്തിച്ചുകൊണ്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി പറ്റും. ഒന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരുന്നു. സോ മാം പറഞ്ഞ പോലെ വിരല് കറുത്ത് വരാണ്, അതിനാണ് ഗാംഗ്രീൻ എന്ന് പറയാം. അതിനകത്ത് നല്ലോണം കറുത്ത് വന്ന ആ ഭാഗം നശിച്ചുപോയി. എന്നുവെച്ചാൽ നല്ലോണം കറുത്ത് വന്ന ഭാഗം നശിച്ചുപോയി. ബട്ട് അങ്ങനെ നശിച്ചു പോയാലും ആ വിരലെ നമുക്ക് എങ്ങാനും മീൻസ് ദിസ് വേഴ്സ്റ്റ് കേസ് ഐ ആം ടോക്കിംഗ് അബൌട്ട്, എങ്ങാനും നമുക്ക് ആ വിരലെടുത്ത് മാറ്റേണ്ടി വരാണെങ്കിലും അവിടെ ഒരു മുറിവുണ്ടാവും. ആ മുറിവ് എങ്ങനെ ഉണങ്ങണ്ടേ? അതിനും ബ്ലഡ് വേണം അല്ലെ? അപ്പൊ ആ മുറിവ് ഉണങ്ങാണ്ട് വരും, അവിടെയും കറുത്ത് വരും. അത് നമുക്ക് കുറച്ച് മാറ്റേണ്ടി വരും. പിന്നെ മെറ്റേ വിരൽ അത് ബാധിക്കും. അവസാനിക്കുന്ന മുട്ടിന്റെ താഴെ നല്ല മുകളിൽ നിന്ന്
കാല് നഷ്ടപ്പെടുന്നതാണ് മിക്കവാറും ആൾക്കാർക്ക് സംഭവിക്കുക. അപ്പൊ കാല് ഈ ഈ കറുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ ഡോപ്ലർ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാലിനെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും രക്തോട്ടം എങ്ങനെയുണ്ടെന്ന്. രക്തോട്ടം വളരെ മോശമാണെങ്കിൽ സർജറിക്ക് മുമ്പ് തന്നെയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അത് രക്തോട്ടം ബെറ്റർ ആക്കിയിട്ട് ആണ് സർജറി ചെയ്യേണ്ടത്. കാരണം സർജറി ചെയ്യുമ്പോൾ നമുക്ക് എവിടെയായി സർജറി നിർത്തണ്ടേ എന്നറിയാൻ വേണ്ടി പോലും നമുക്ക് ബ്ലഡ് വേണം. കാരണം നല്ല ബ്ലഡുള്ള ഭാഗം വരുമ്പോൾ നല്ലോണം ബ്ലീഡിങ് ഉണ്ട്. അപ്പൊ നമുക്ക് സർജറി നിർത്താൻ പറ്റും. കാലിന്റെ രക്തം വളരെ മോശമാണെങ്കിൽ ഏതാണ് നല്ല ഭാഗം ഏതാണ് മോശം ഭാഗം പോലും നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഡയബറ്റിക് പേഷ്യന്റിന് ഇപ്പം ഹൃദയരോഗമോ അല്ലെങ്കിൽ വൃക്കരോഗമോ ഇത്തരം പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഇന്റർവെൻഷണൽ റേഡിയോളജിയിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഈ ഡയബറ്റിക് ഫുഡ് വരാനുള്ള ഒരു മെയിൻ കാരണം രക്തങ്ങളുടെ ബ്ലോക്കാണ്. ഇതേ ബ്ലോക്ക് നമ്മുടെ ഹാർട്ട് പേഷ്യന്റ് മീൻസ് ഹാർട്ടിനകത്ത് ഉണ്ടാവാം. ബോത്ത് ആർ റിലേറ്റഡ്. കാലിനകത്ത് ബ്ലോക്ക് ഉള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 30% ആൾക്കാർക്ക് ഹാർട്ടിനകത്ത് ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ആൻജിയോപ്ലാസ്റ്റി പേഷ്യൻസ് നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി എടുക്കുന്ന മുമ്പ് കാർഡിയോളജിസ്റ്റ് എന്തായാലും കാണിക്കും. നമ്മുടെ അനസ്തീഷ്യ ഡോക്ടറെ കാണിക്കും, കാർഡിയോളജിസ്റ്റിനെയും കാണിക്കും. ടു സീ ഇഫ് ദർ ഈസ് മീൻസ് ഹാർട്ടിനകത്ത് ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കണം. അപ്പൊ എന്തായാലും കാർഡിയോളജി വാല്യുവേഷൻ ചെയ്തിരിക്കണം അങ്ങനത്തെ ആൾക്കാർ. കിഡ്നി പേഷ്യൻസ് ആദ്യം നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസിനകത്ത് കിഡ്നിനകത്തും ഡാമേജ് ഉണ്ടാവാം. പല ആൾക്കാരെയും ക്രിയാറ്റിനിൻ കൂടുതലായിരിക്കും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാം കണക്റ്റഡ് ആണ്. എല്ലാം ഡയബറ്റീസിന്റെ എല്ലാം കോംപ്ലിക്കേഷൻസ് അത്. ഇപ്പൊ ഡയബറ്റീസ് പേഷ്യൻസ് നെഫ്രോളജി എങ്ങാനും കിഡ്നി ഡാമേജ് ഉണ്ടെങ്കിൽ ക്രിയാറ്റിനിൻ ഹൈ ആണ്, നെഫ്രോളജിസ്റ്റിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ടീമാണ് മാനേജ് ചെയ്യുക ഈ ഡയബറ്റിക് ഫുഡ് പേഷ്യൻസ്. അപ്പോൾ ഇതൊരിക്കലും ഒരു സിംഗിൾ മാൻ എഫേർട്ട് അല്ല. ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഞങ്ങളുടെ ഹോസ്പിറ്റലിനകത്ത് വരികയാണെങ്കിൽ ആദ്യം മിക്കവാറും കാണുന്നത് എൻഡോക്രൈനോളജിസ്റ്റിലെയും ഡയബറ്റോളജിസ്റ്റിലെയും ഫിസിഷ്യനായിരിക്കും. കാലിനകത്ത് മുറിവായിട്ടാണ് വരുന്നെങ്കിൽ ഒന്നേയും കാണുന്നത് പൊഡിയാട്രിക് സർജൻസ് അയക്കാം, ജനറൽ സർജൻസ് അയക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തായിരിക്കും ഡയറക്ട്ലി വരാം. അപ്പോൾ ആര് കാണുന്ന മീൻസ് ആരുടെ അടുത്ത് ആദ്യം വന്ന എന്നല്ല മീൻസ് ഔട്ട്കം തീരുമാനിക്കുക. സ്റ്റിൽ ഓൾ ദീസ് സ്പെഷ്യാലിറ്റീസ് വിൽ ബി ഇൻവോൾവ് ഇൻ ട്രീറ്റ്മെന്റ്. അതിനകത്ത് ഫിസീഷ്യൻസ് ഉണ്ടാവും, അതാണെങ്കിലും ജനറൽ ഫിസീഷ്യൻസ് അയക്കാം, ഡയബറ്റോളജിസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് അയക്കാം, ഹു ആർ എക്സ്പെർട്സ് ഇൻ ഡയബറ്റീസ് മാനേജ്മെന്റ്. സർജൻസ് ഉണ്ടാവും, അത് ജനറൽ സർജൻ അയക്കാം, പൊഡിയാട്രിക് സർജൻ അയക്കാം, ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് ഉണ്ടാവും. എങ്ങാനും ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിൽ കാർഡിയോളജിസ്റ്റ് ആ ടീമിനകത്ത് ഉണ്ടാവും, കിഡ്നി പേഷ്യൻസ് നെഫ്രോളജിസ്റ്റ് ആ ടീമിനകത്ത് വരും. So it's always a teamwork. ഈ ഡയബറ്റിക് പേഷ്യൻസ് കോമൺ ആയി വരുത്തുന്ന മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ഫസ്റ്റ് തിങ് മാം, പല ആൾക്കാരും ഡയബറ്റിക് പേഷ്യൻസ് ഒരിക്കലും ബ്ലേഡ് യൂസ് ചെയ്യാൻ പാടില്ല. മീൻസ് നഖം വെട്ടാൻ വേണ്ടി they should take very great care that കാലിനകത്ത് മുറിവുണ്ടാവാൻ പാടില്ല. അല്ലേ, മാക്സിമം നെയിൽ കട്ടേഴ്സ് യൂസ് ചെയ്യുക നഖം വെട്ടാൻ വേണ്ടി. പല ആൾക്കാരും കാലിനകത്ത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന നെർവ് ഡാമേജ് ഉണ്ടാവും ഡയബറ്റീസ് പേഷ്യൻസിനകത്ത്. അപ്പോൾ പല ആൾക്കാർക്കും കാലിനകത്ത് നല്ല തരിപ്പുണ്ടാവും, ചിലപ്പോൾ ചെരുപ്പ് ഊരി പോകുന്ന അറിയില്ല, കാലിനകത്ത് സെൻസേഷൻസ് കുറവായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ പ്രോപ്പർ ഫുട്വെയർ യൂസ് ചെയ്യുക. പ്രോപ്പർ ഫുട്വെയർ എന്ന് വെച്ചാൽ വീട്ടിനകത്തും പുറത്തും ചെരുപ്പിട്ട് നടക്കാൻ നോക്കുക. നമ്മൾ നടക്കുമ്പോൾ എങ്ങാനും കാലെവിടെയും തട്ടിപ്പോയാൽ ആ വേദന മാറുന്നവരെ ആ ഭാഗം തട്ടാൻ നമ്മൾ നോക്കും സാധാരണ ആൾക്കാർ. ഡയബറ്റീസ് പേഷ്യൻസിനകത്ത് കാലിനകത്ത് സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും അതേ ഭാഗത്ത് തട്ടിയാണ് പല ആൾക്കാർക്കും ഡയബറ്റിക് ഫുട്ട് ഉണ്ട്. അവിടെ തഴമ്പുണ്ടാവും, ഇൻഫെക്റ്റഡ് ആവാം. സോ ഡയബറ്റീസ് പേഷ്യൻസിനകത്ത് കാലിനകത്ത് തരിപ്പുണ്ടെങ്കിൽ പ്രോപ്പർ ഫുഡ് യൂസ് ചെയ്യണം. എന്തെങ്കിലും ഡയബറ്റിക് പേഷ്യൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഫുഡ് ഉണ്ട്? ഓക്കെ, അത് നമ്മൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യണോ? അതെങ്ങനെയാണ്? ഓരോ ആൾക്കാരെ മീൻസ് പല ആൾക്കാരെയും കാലിന്റെ ഷേപ്പ് മീൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ പ്രോപ്പർ ഡയബറ്റിക് ഫുട്വെയർ ഉണ്ടാക്കുന്ന എല്ലാ മേജർ പൊഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സിനകത്ത്, എല്ലാ മേജർ ഹോസ്പിറ്റൽസിനകത്ത് ഡയബറ്റിക് ഫുഡ് മാനേജ് ചെയ്യുന്ന പൊഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവിടെ ഈ ഡയബറ്റിക് ചെരുപ്പുകൾ നമുക്ക് നമ്മുടെ അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഡയബറ്റിക് പേഷ്യൻസ് ബ്ലേഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഒരു ഡയബറ്റിക് ആണെന്ന് ഒരു ബോർഡറിൽ നിൽക്കുന്ന ഒരാളാണോ, അതോ ഹൈ ആയിട്ട് അളവിൽ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ബ്ലേഡുകൾ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടത്? ആരും ഇപ്പോഴത്തെ മീൻസ് ഇൻ പ്രസന്റ് ജനറേഷൻ, പ്രസന്റ് ബ്ലേഡ് ഈസ് നോട്ട് എ സേഫ് തിങ് ടു യൂസ് ടു കട്ട് നെയിൽസ്.
നെയിൽസ് മാത്രം ഷേവ് ചെയ്യാനൊക്കെ ചിലർ ബ്ലേഡ് ഷേവ് കുഴപ്പമില്ല മാം. ഷേവിനകത്ത് ഇറ്റ്സ് വെരി അൺകോമൺ. നമ്മുടെ കാലിനകത്ത് വരുന്ന ബ്ലോക്ക് പോലെ തലച്ചോറിന്റെ ആ ഞരമ്പ് മീൻസ് ഫേസിനകത്ത് അങ്ങനെ ബ്ലോക്ക് നമ്മൾ കാണാറില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് കോമൺ. ഇറ്റ്സ് നോട്ട് കോമൺ. ഇപ്പോ കാലിനകത്ത് കാലിന്റെ വിരല്, കൈവിരലാണെങ്കിലും ഞാൻ പറഞ്ഞത് ഓക്കെ യു ക്യാൻ സ്റ്റിൽ യൂസ് ബ്ലേഡ്സ്. കാരണം ഈ അതെറോസ്ക്ലറോസിസ് ഹാസ് എ ടെൻഡൻസി ടു എഫക്ട് ദ ലെഗ്സ്. കാലിന്റെ രക്തക്കുഴലാണ് ഡയബറ്റീസ് മൂലം അടഞ്ഞു പോകുന്നത്. കൈന്റെ അങ്ങനെ കോമൺ അല്ല. അപ്പൊ കാലിന്റെ നഖങ്ങൾ അത് നെയിൽ കട്ടേഴ്സ് തന്നെ യൂസ് ചെയ്യുക, പ്രോപ്പർ ഫുട്വെയർ യൂസ് ചെയ്യുക. കാലിനകത്ത് തരിപ്പുള്ള ആൾക്കാരാണ്, അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ പ്രോപ്പർലി വീട്ടിനകത്തും പുറത്തും ചെരുപ്പിടാൻ നോക്കുക. നമ്മൾ വേറൊരു കാര്യം കാണുന്നത് ഈ കാലിന്റെ തരിപ്പ് മാറാൻ വേണ്ടി പല ആൾക്കാർ ചൂടത്ത് കാലിങ്ങനെ മുക്കി വെക്കും. അതിന് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ കാലിന്റെ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട്, വേദന ഇല്ലാത്തതുകൊണ്ട് പല ആൾക്കാരും ആ വെള്ളത്തിന്റെ ചൂട് മനസ്സിലാവില്ല. അപ്പൊ പല ആൾക്കാരും കാല് പൊള്ളിയിട്ടാണ് ഡയബറ്റിക് ഫുഡായിട്ട് മാറുക. അപ്പൊ അങ്ങനത്തെ ടെൻഡൻസീസ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. ഈ ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവര് വർഷത്തിൽ ഒരിക്കലെങ്കിലും തങ്ങളുടെ ബോഡിയിലെ രക്തയോട്ടം എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ടോ? So routine screening is not that recommended, ma'am. ഇപ്പോഴും നമ്മുടെ പ്രോട്ടോകോളിനകത്ത് അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ജനറൽ കണ്ടീഷൻ നമ്മുടെ കണ്ണിന്റെ ഡെഫിനറ്റ്ലി അത് വന്നിട്ടുണ്ട്. കണ്ണിന്റെ പ്രോപ്പർ ടെസ്റ്റിംഗ് ഇടയ്ക്ക് പറയുന്നുണ്ട്. കിഡ്നി ടെൻസ് ഫങ്ഷൻസ് പറയുന്നുണ്ട്. ബാക്കി ക്ലിനിക്കൽ എക്സാമിനേഷൻ വരുന്നതാണ്. കാരണം നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ to do screening for all the patients regularly. ബട്ട് കാലിനകത്ത് മുറിവ് വന്ന് അത് ഡെഫിനറ്റ്ലി ചെയ്യേണ്ടതാണ്. റുട്ടീനകത്ത് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ട് എങ്ങാനും വന്നാൽ പെട്ടെന്ന് സ്കാൻ ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇന്റർവെൻഷൻ റേഡിയോളജിക്ക് വിധേയനാകുന്ന ഒരാൾക്ക് അനസ്തേഷ്യ നൽകാറുണ്ടോ? അതുപോലെ തന്നെ എത്ര ദിവസം ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും? ഞാൻ പറഞ്ഞല്ലോ, മെജോറിറ്റി കേസസ് ഓഫ് ഇന്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയേഴ്സ് ഡോണ്ട് റിക്വയർ അനസ്തീഷ്യ. മിക്കവാറും കണ്ടീഷൻ നമുക്ക് അനസ്തീഷ്യ ആവശ്യം ധരിപ്പിച്ചാൽ മതി, ലോക്കൽ അനസ്തീഷ്യ മാത്രം മതി. ചില കണ്ടീഷൻസ് ഞാൻ അത് പറഞ്ഞ ലിവർ ക്യാൻസറിന്റെ മഴ നമ്മൾ കഴിച്ചു കളയാൻ ഞാൻ കഴിക്കുന്ന സമയത്ത് നല്ല വേദന ഉണ്ട്. അപ്പൊ അത് വേദന എടുക്കാതിരിക്കാൻ വേണ്ടി പേഷ്യൻസ് അനസ്തീഷ്യ കൊടുക്കും, ജനറൽ അനസ്തീഷ്യ കൊടുക്കും. അയോട്ടിക് അന്യൂറിസംസ് നമ്മുടെ മഹാധമനിയ വീക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അയോട്ടിക് ഡിസെക്ഷൻസ് ഉണ്ട്, അയോട്ടിക് സ്റ്റെൻഡിങ്, അതിന്റെ എക്സ്പെർട്സും ഞങ്ങളാണ്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മിക്കവാറും മയക്കിയിട്ടാണ് ചെയ്യുക. ബട്ട് വളരെ മോശം കണ്ടീഷനുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് ചെറിയ സെഡേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മേജർ പ്രൊസീജിയേഴ്സ് ആണ്. വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതാണ് ബ്രെയിനിനകത്ത് മെയിൻലി ചെയ്യേണ്ടത്. അതാണ് അന്യൂറിസം ട്രീറ്റ്മെന്റ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു തലച്ചോറിനകത്ത് ബ്ലീഡിങ് വരാനുള്ള കാരണം അത് അന്യൂറിസംസ് ആയിരിക്കാം. എന്ന് വെച്ചാൽ രക്തങ്ങളുടെ വീക്കം ആയിരിക്കാം, AV ഫിസ്ലാസ് ആയിരിക്കാം, AV മാൽഫോർമേഷൻസ് ആയിരിക്കാം. ഇപ്പോൾ തലച്ചോറിന്റെ ഏത് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഇറ്റ്സ് എ വെരി മൈന്യൂട്ട് പ്രൊസീജിയർ, വെരി ഹൈലി ആക്യുറേറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിനകത്ത് കംപ്ലീറ്റ് ജനറൽ അനസ്തീഷ്യ വഴിയാണ് ചെയ്യുക. കാരണം ഒരു ചെറിയ മൂവ്മെന്റ് പോലും ഉണ്ടാവില്ല. കാരണം ദ ആക്യുറസി ഇൻ ബ്രെയിൻ ഹാസ് ടു ബി മില്ലിമീറ്റേഴ്സ്, ഈവൻ ഇഫ് യു ആസ്ക് മീ ഈവൻ ലെസ് ദാൻ മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഒരു ചെറിയ മൂവ്മെന്റ് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനകത്ത് കംപ്ലീറ്റ്ലി ജനറൽ അനസ്തീഷ്യ വഴിയാണ് ചെയ്യുക. ബട്ട് ആൻജിയോപ്ലാസ്റ്റീസ്, അതാണ് നമ്മൾ ഇന്ന് ടോക്ക്. ആൻജിയോപ്ലാസ്റ്റീസ് 99% നമുക്ക് ജനറൽ അനസ്തീഷ്യന്റെ ആവശ്യമില്ല, ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യാം. ആൻഡ് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ വിതിൻ 1 or 2 days തന്നെ പേഷ്യൻസ് വീട്ടിൽ പോകാൻ പറ്റും. ഇഫ് ദ അൾസർ ഈസ് നോട്ട് ബാഡ്. അൾസർ വളരെ ഇൻഫെക്റ്റഡ് അൾസേഴ്സ് ആണ് അല്ലെങ്കിൽ ഡീബ്രൈൻ വേണ്ടി വരുന്ന അൾസേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് അഡ്മിഷൻ കുറച്ചുകൂടി ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരാം. ഇപ്പം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് എന്നിവയൊക്കെ വരുമ്പോൾ ഒരു ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റിന്റെ സഹായം എത്രത്തോളം ഉണ്ട്? ഓക്കെ, ഹാർട്ട് അറ്റാക്ക് ഞങ്ങളുടെ സഹായന്റെ ആവശ്യമില്ലാണ്. അത് കാർഡിയോളജിസ്റ്റ് ആണ് അതിന്റെ എക്സ്പെർട്ട്. ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറെന്റ് സ്പെഷ്യാലിറ്റി. ബട്ട് സ്ട്രോക്ക് വി ആർ ദ എക്സ്പെർട്സ് ഇൻ മെക്കാനിക്കൽ ത്രോംബെക്ടമി. സ്ട്രോക്കിനകത്ത് വി വർക്ക് വെരി ക്ലോസ്ലി വിത്ത് ദ എമർജൻസി മെഡിസിൻ ടീം ആൻഡ് ന്യൂറോളജിസ്റ്റ് ആൻഡ് ന്യൂറോ സർജൻസ്. ഇപ്പൊ ന്യൂറോളജിസ്റ്റ് ഇസ് എ പ്രൈമറി പേഴ്സൺ ഹു സീസ് എ പേഷ്യന്റ്. ഇപ്പൊ ഫസ്റ്റ് റെഫറൻസ് എപ്പോഴും ന്യൂറോളജിസ്റ്റ് ആയിരിക്കും സ്ട്രോക്കിനകത്ത് വരാം. അപ്പോൾ നമ്മൾ സ്കാൻ വഴി സീരിയൽ MRI-നകത്ത് വലിയ രക്തങ്ങളിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് മാറ്റുന്ന ആൾക്കാർ ഞങ്ങളാണ് മേജർ ഹോസ്പിറ്റൽസിനകത്ത്, മിക്കവാറും മേജർ ഹോസ്പിറ്റൽസിനകത്ത്. പലർക്കും വലിയ സർജറികൾ ഭയമാണല്ലോ. അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് ഇന്റർവെൻഷൻ റേഡിയോളജി ഭയങ്കര ഹെൽപ്ഫുൾ അല്ലേ? അപ്പൊ അവര് എങ്ങനെയാണ് പറഞ്ഞ് കൺവിൻസ് ചെയ്യുക ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു സെഷൻ എടുത്ത് കൊടുക്കാറുണ്ടോ? ഡെഫിനറ്റ്ലി മാം. ജസ്റ്റ് ലൈക്ക് എനി അതർ സ്പെഷ്യാലിറ്റി, ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിലും അഗെയിൻ
മോഡേൺ മെഡിസിൻ ഇസ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. അപ്പോൾ പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ പേഷ്യൻസ് എല്ലാ ഓപ്ഷൻസും കൊടുക്കുക. let the patient choose. It's a patient's body. എമർജൻസി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയെല്ലാം സംസാരിക്കുക. എമർജൻസി ട്രീറ്റ്മെന്റിനകത്ത് എങ്ങാനും ബ്ലീഡിങ് ആയിട്ട് ആ പേഷ്യന്റ് വന്നെങ്കിൽ നമുക്ക് വളരെ ചെറിയ ടൈം മാത്രമേ ഉള്ളൂ ആ പേഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ജീവൻ രക്ഷിക്കാനുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇറ്റ്സ് എ വെരി എമർജൻസി പ്രൊസീജിയർ. ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി വ്യത്യാസമാണ്. ചെയ്തേ പറ്റൂ, ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാം അല്ലേ. ആൻഡ് പല കണ്ടീഷനകത്ത് ഞങ്ങളുടെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഓപ്ഷൻ എങ്ങാനും ഫലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പേഷ്യന്റ് ഇസ് നോട്ട് വില്ലിംഗ് ഫോർ ദാറ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ വെരി മേജർ പ്രൊസീജിയർ. കാരണം ഇപ്പോൾ വയറിനകത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ് ഞങ്ങളുടെ രീതിയിൽ എങ്ങാനും നിർത്താൻ പറ്റിയില്ലെങ്കിൽ ദ ഓൾട്ടർനേറ്റീവ് ഇസ് എ വെരി മേജർ സർജറി. ഇപ്പൊ ഞങ്ങളുടെ രീതിയിനകത്ത് തെറപ്പി മീൻസ് ഇറ്റ്സ് എ ലോക്കൽ അനസ്തീഷ്യ പ്രൊസീജിയർ. എത്ര എൽഡർലി, എത്ര വയസ്സായ പേഷ്യന്റ് ആണെങ്കിൽ, എത്ര കോമോബിറ്റീസ്, ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ആണ്, ഹാർട്ട് പേഷ്യന്റ് ആണെങ്കിൽ ഞങ്ങളുടെ ചികിത്സാ രീതി വഴി ബ്ലീഡിങ് നിർത്താൻ പറ്റും. മെജോറിറ്റി കേസസ് പേഷ്യൻസ് ആർ സ്റ്റിൽ ഫിറ്റ് ഫോർ ദാറ്റ്. അപ്പൊ ഞങ്ങളുടെ ചികിത്സാ രീതി എങ്ങാനും അതിന് പറ്റുന്നില്ലെങ്കിൽ ദെൻ ദ ഓൾട്ടർനേറ്റീവ് പിന്നെ ഇറ്റ്സ് എ വെരി മേജർ സർജറി. മിക്കവാറും ആൾക്കാർ സർജറി ചിലവും ചെയ്യാനും പറ്റില്ല. ഈ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആളുകൾക്ക് അവരായിരിക്കുമല്ലോ കൂടുതൽ ഡയബറ്റിക് ആയിട്ട് വരുന്നുണ്ടാവുക. അവർക്ക് ഈ ചികിത്സാ രീതി എത്രത്തോളം യൂസ്ഫുൾ ആണ്? സോ നമ്മൾ സംസാരിച്ച പോലെ ഇന്ത്യ ഇസ് എ ഏജിങ് പോപ്പുലേഷൻ. ഏജിങ് പോപ്പുലേഷൻ നമ്മുടെ ഡെമോഗ്രാഫിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വയസ്സായ ആൾക്കാർക്കുള്ള ഒരു മേജർ അസുഖം എന്ന് വെച്ചാൽ പ്രമേഹം തന്നെയാണ്. അപ്പോൾ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പ്രമേഹം കാലിനെ മാത്രമല്ല ബാധിക്കുക. അഗെയിൻ ഇറ്റ് അഫക്ട്സ് ദ ഹാർട്ട്, ഇറ്റ് അഫക്ട്സ് ദ കിഡ്നീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ എൽഡർലി പോപ്പുലേഷൻ എന്ന് വെച്ചാൽ വയസ്സായ ആൾക്കാരിൽ പല അസുഖങ്ങളും കാണും. അപ്പം അങ്ങനത്തെ ആൾക്കാർ സർജറി വിധേയമാനുള്ള ചാൻസ് കുറയും. കാരണം വളരെ ഹൈ റിസ്ക് പേഷ്യൻസ് ആണെങ്കിൽ സർജറി നമുക്ക് അനസ്തീഷ്യ പോലും കിട്ടില്ല. അനസ്തീഷ്യ കൊടുത്താൽ പോലും വളരെ ഹൈ റിസ്ക് ആയിരിക്കും. സോ അങ്ങനത്തെ കണ്ടീഷൻസിനകത്ത് ഇന്റർവെൻഷൻ റേഡിയോളജിയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അത് അനസ്തീഷ്യ കൂടിയ ആൾക്കാരാണെങ്കിലും കുറഞ്ഞ ആൾക്കാരാണെങ്കിലും പല കണ്ടീഷനാണ് ഞങ്ങളുടെ ഓപ്ഷൻസ് ആണ് ഏറ്റവും നല്ലത്. അനസ്തീഷ്യ ഹൈ റിസ്ക് ആണെങ്കിൽ ഞങ്ങളുടെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അതുപോലെ ഇതൊരു അത്യാധുനിക എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ കോസ്റ്റും ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ സാധാരണക്കാരന് താങ്ങാൻ വേണ്ടി പറ്റുമോ? ഇതൊരു ഇൻഷുറൻസിന്റെ പരിധിയിൽ ചികിത്സ വരുമോ? Yes. So all these treatments are evidence-based medicine. എല്ലാം ഇൻഷുറൻസ് കവേർഡ് ആണ്. മെജോറിറ്റി മീൻസ് these are all experimental treatments. ഇതിനെ പുറകെ വലിയൊരു സയൻസ് ഉണ്ട്. ഇത് ഇന്ത്യയിൽ മാത്രം ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസും അല്ല, ലോകത്തെ എല്ലാ മേജർ ഹോസ്പിറ്റൽസിനും എല്ലാ ഹോസ്പിറ്റലും ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇന്റർവെൻഷൻ റേഡിയോളജി. ആൻഡ് ഇതിന് കോസ്റ്റ് പല ടോട്ടലി അഗ്രി. ചില ചികിത്സാ രീതി എക്വിപ്മെന്റ്സ് കോസ്റ്റ് കാരണം കോസ്റ്റ് കൂടി പോവാറുണ്ട്. ബട്ട് മറുവശത്ത് എങ്ങാനും ഇത് പെട്ടെന്ന് ഞങ്ങളുടെ രീതിയിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പല പല പേഷ്യൻസും ചിലപ്പോൾ 3-4 ദിവസം കൊണ്ട് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആവേണ്ട പേഷ്യൻസ് ആണെങ്കിൽ മാസങ്ങളോളം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. കാരണം മുറി ഉണങ്ങില്ല, സമയമെടുക്കും, ഡീബ്രൈൻ ചെയ്യും, അത് ക്ലീൻ ആക്കും, അത് ഉണങ്ങുന്നില്ല, ക്ലീൻ ആക്കും, ഉണങ്ങുന്നില്ല, ഹോസ്പിറ്റൽ വീണ്ടും വരാനുള്ള ചാൻസുകൾ, ആംപുട്ടേഷന്റെ കോസ്റ്റ്, മെഡിസിന്റെ കോസ്റ്റ്, അതൊക്കെ വളരെ മീൻസ് അതും ആഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്റർവെൻഷൻ റേഡിയോളജിനകത്ത് പ്രൊസീജിയർ കോസ്റ്റ് ചില കണ്ടീഷൻ കൂടുതലാണെങ്കിലും ദ ഓവറോൾ കോസ്റ്റ് മേ ബി ലെസ്. ആൻഡ് ഇപ്പോഴത്തെ കണ്ടീഷനകത്ത് നമുക്ക് ഈ വലിയൊരു പ്രശ്നം കൂടെ നിൽക്കാനുള്ള ആൾക്കാരെയും പല ആൾക്കാരും സമയമില്ല. മിക്കവാറും മക്കൾ പുറത്താണ്, അവർ വന്നാലും അവർക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, അല്ലെങ്കിൽ അവർക്കും ജോലിയുണ്ട് അല്ലേ. സോ ആ കോസ്റ്റും കണക്കാക്കുമ്പോൾ ഇന്റർവെൻഷൻ റേഡിയോളജി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ദാറ്റ് ഈസ് ഔട്ട് ദെയർ. കാരണം ഒന്ന്, പെട്ടെന്ന് നമുക്ക് അസുഖം മാറ്റാൻ പറ്റും, മുറിവില്ല. അപ്പോൾ മുറിവില്ലാത്തതുകൊണ്ട് മിക്കവാറും ആൾക്കാർ മുറിവില്ലാത്തതുകൊണ്ട് ആ മുറിവിന്റെ ഇൻഫെക്ഷൻ നമുക്ക് അങ്ങനെ പേടിക്കേണ്ട, റിക്കവറി ഫാസ്റ്റ് ആണ്. ആൻഡ് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റുന്നുണ്ട്. ബാക്കി അസോസിയേറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ കൂടി നിൽക്കുന്ന ആൾക്കാരുടെ സമയം, അവരുടെ ജോലി, അതും കൂടുതൽ എഫക്റ്റ് ആവില്ല. ഏകദേശം എത്രത്തോളം കോസ്റ്റ് ആവും ഒരു ട്രീറ്റ്മെന്റിന്? ആൻജിയോപ്ലാസ്റ്റി. So plain angioplasties ആണെങ്കിൽ മാം, ജസ്റ്റ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റീസ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് കോസ്റ്റ് ഓഫ് പ്രൊസീജിയർ will be around 70,000 to 80,000.
ഇഫ് ഇറ്റ് ഈസ് അഡ്വാൻസ് സ്റ്റെൻറ്റിങ് വേണ്ടി വരികയാണെങ്കിൽ കാലിന്റെ സ്റ്റെൻസ് വെച്ചാൽ നമുക്ക് സാധാരണ സ്റ്റെൻസ് ഇടാൻ പറ്റില്ല. കാരണം കാലിനകത്ത് തന്നെ എല്ലാ വെയിറ്റ് വരുന്നത്. നമ്മൾ തിരിയുമ്പോൾ അതിനകത്തൊരു പ്രഷർ ഉണ്ട്, ഇരിക്കുമ്പോൾ കാലിനകത്ത് പ്രഷർ ഉണ്ട്, നടക്കുമ്പോൾ പ്രഷർ ഉണ്ട്. സോ നോർമൽ സ്റ്റെൻസ് അവിടെ ഇടാണെങ്കിൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ വളഞ്ഞു പോകും അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. സോ കാലിനകത്ത് സ്റ്റെൻസ് ഇടുന്ന വരുന്ന സ്റ്റെൻസ് ആണെങ്കിലും സ്പെഷ്യൽ സ്റ്റെൻസ് ആണ്. ആ സ്റ്റെൻസ് ആൾസോ ഇറ്റ്സ് എ ഡിഫറെന്റ് ടെക്നോളജി. സോ റൈറ്റ് നൗ നമ്മുടെ ഹാർട്ടിന്റെ സ്റ്റെൻസ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കാലിന്റെ ഡെഡിക്കേറ്റഡ് സ്റ്റെൻസ് ഇറ്റ് സ്റ്റിൽ നോട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ. എല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. സോ അതനുസരിച്ച് അതിന്റെ കോസ്റ്റ് ഉണ്ടാവും. അഗെയിൻ വേറൊരു ഇഷ്യൂ ഫോർ ആൻജിയോപ്ലാസ്റ്റി. ആൻജിയോപ്ലാസ്റ്റിനകത്ത് ഏറ്റവും വലിയ നമ്മുടെ ചാലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ കാൽഷ്യമാണ്. കാൽഷ്യം മേക്സ് ആൻജിയോപ്ലാസ്റ്റിസ് ഡിഫിക്കൽട്ട്. ഇപ്പൊ നല്ല കാൽസിഫൈഡ് ബ്ലോക്സ് ആണെങ്കിൽ കല്ല് പോലത്തെ ബ്ലോക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ബലൂൺ വെച്ച് വീർപ്പിച്ചാലും ആ ബലൂൺ വീർക്കില്ല. ആ കരിങ്കല്ല് പോലും വിചാരിച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ സൈഡ് മാറ്റാൻ പറ്റാവുന്ന സാധനമല്ല കാൽസിഫൈഡ് ബ്ലോക്സ്. പല കാൽസിഫൈഡ് ബ്ലോക്സ് അങ്ങനത്തെ കണ്ടീഷനകത്ത് ആ കാൽഷ്യം ഡ്രിൽ ചെയ്ത് കളയേണ്ടി വരാം, അല്ലെങ്കിൽ അതിനെ സോഫ്റ്റ് ആക്കേണ്ടി വരാം. സോ ഫോർ ദാറ്റ് വി റിക്വയർ അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. അത്രക്ടമി വേണ്ടി വരാം, ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി വേണ്ടി വരാം. സോ അതിന് അഡീഷണൽ കോസ്റ്റ് ഉണ്ടാവും. അതെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് അഗെയിൻ പല കണ്ടീഷൻസ്, പല കേസസ് ആണ് നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അത് നമുക്ക് തുറക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ പേഷ്യന്റ്, ഇഫ് ദ പേഷ്യന്റ് ഇസ് നോട്ട് എ സർജിക്കൽ കാൻഡിഡേറ്റ്, ഓൾസോ ബൈപാസ് ചെയ്യാൻ പറ്റാവുന്ന കാൻഡിഡേറ്റ് അല്ലെങ്കിൽ പിന്നെ ആംപുറ്റേഷൻ മാത്രമേ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ആളുകളുടെ അശ്രദ്ധ മൂലം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഒരു ഡോക്ടറിന്റെ കരിയറിലൊക്കെ അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിഷമം തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ? നമ്മുടെ മിസ്റ്റേക്ക് അല്ല, പേഷ്യൻസ് അത് അശ്രദ്ധ മൂലം ഇപ്പം ശ്രദ്ധിക്കാതിരുന്നതോ മെഡിസിൻ എടുക്കാതിരുന്നതോ അവർക്ക് ആംപ്യൂട്ടി ആവേണ്ടി വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കണ്ടിട്ടുണ്ടോ? മാം, ആക്ച്വലി ഈച്ച് ഡോക്ടർ ഹാസ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ എല്ലാ സീനിയർ ഡോക്ടേഴ്സ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പല പല ഇതുണ്ടാവും. പല കണ്ടീഷൻസിനകത്ത് നമുക്ക് പോലും ഞാൻ പേഷ്യന്റിന്റെയും ഞങ്ങളുടെയും പിഴവില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ബിഫോർ അത്രക്ടമി കെയിം അറൌണ്ട് 1.5-2 years ബാക്ക് there was a patient, ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. നമ്മൾ പല പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, പക്ഷെ ആ ബ്ലോക്ക് മാറുന്നേ ഇല്ല. മാറും പിന്നാട് എലാസ്റ്റിക് ബ്ലോക്ക് പോലെയാണ്. അത് ആങ്കിളിൽ ജസ്റ്റ് മുകളിലായിരുന്നു. സർജറി നമുക്ക് അവിടെ സർജൻസ് ഒപ്പീനിയൻ എടുത്തായിരുന്നു. അവിടെ ആ ഭാഗത്ത് നമുക്ക് ബൈപ്പാസ് പറ്റില്ല, ആൻജിയോപ്ലാസ്റ്റി വഴി തുറക്കുന്നുമില്ല. സോ ദാറ്റ് പേഷ്യന്റ് വെന്റ് ഫോർ ആംപുറ്റേഷൻ. നമ്മൾ ബാക്കി പല രീതിയിൽ നോക്കി, ബട്ട് സ്റ്റിൽ പേഷ്യന്റ് വെന്റ് ഫോർ ആംപുറ്റേഷൻ. ജസ്റ്റ് 2 months after that, atherectomy devices came to India. ഇന്ത്യയിലെ ഫസ്റ്റ് അഥറക്ടമി ജസ്ട്രീമിന്റെ ഞങ്ങളാണ് ചെയ്തത്. ലിസിയിലാണ് അത് ലോഞ്ച് ചെയ്തത്. കാരണം ലിസി ബീങ് very high apex institute for peripheral angioplasty, they wanted the machine to be launched here. Okay. So, but if that had been launched 2 months back, പേഷ്യന്റെ കാലില് മിക്കവാറും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ആളുകളോട് എന്താണ് പറയാനുള്ളത് അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട്? പലപ്പോഴും നമ്മൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് അത്ര കോൺഷ്യസ് ആവാറില്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റീസിലേക്കൊക്കെ തിരിയുന്നത്. അപ്പം എന്താണ് ആളുകളോട് നൽകാനുള്ള ഒരു ഉപദേശം? നമ്മൾ സംസാരിക്കുന്ന ഡയബറ്റിക് ഫുഡിനെ പറ്റിയാണ്. അപ്പോൾ സജഷൻസ് നമുക്ക് എന്നാൽ തന്നെ ആക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ, ഡയബറ്റിക് പേഷ്യൻസ് അഗെയിൻ കാലിന്റെ നഖം വെട്ടാൻ വേണ്ടി ബ്ലേഡ് യൂസ് ചെയ്യല്ലേ. കാരണം മിക്കവാറും ആൾക്കാർ നമ്മുടെ അടുത്ത് വരുന്നത് ഞാൻ ബ്ലേഡ് വഴി നഖം വെട്ടുമായിരുന്നു, അപ്പോൾ കുറച്ച് ആഴത്തിൽ മുറിവായി പോയി, പിന്നെ അത് ഇൻഫെക്ഷനായി, പിന്നെ അത് കറുത്ത് വന്നു, പിന്നെ ആ വിരൽ മാറ്റേണ്ടി വന്നു, പിന്നെ മറ്റേ വിരലിലോട്ട് പോയി. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയി പോകും. സോ നഖം വെട്ടുമ്പോൾ എന്തായാലും ബ്ലേഡ് യൂസ് ചെയ്യല്, നെയിൽ കട്ടേഴ്സിനെ യൂസ് ചെയ്യാൻ നോക്കുക. സ്വന്തമായിട്ട് വെട്ടാൻ മീൻസ് പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ആസ്ക് യുവർ മക്കളോടോ കൊച്ചുമക്കളോടോ നഖം വെട്ടാൻ പറയാം. കാലിനകത്ത് തരിപ്പുണ്ട്, കാലിന് സെൻസേഷൻസ് കുറവാണ്, ചെരുപ്പ് ഊരി പോകുന്ന അറിയുന്നില്ലെങ്കിൽ വീട്ടിനകത്തും പുറത്തും പ്രോപ്പർലി ചെരുപ്പിട്ട് നടക്കാൻ നോക്കുക. അത് ബാക്കിൽ സ്ട്രാപ്പുള്ള ചെരുപ്പിട്ട് നടക്കാൻ നോക്കുക. തരിപ്പിന് വേണ്ടി ചൂടുവെള്ളത്തിൽ കാല് മുക്കി വയ്ക്കുന്ന ആ പ്രവണത കുറയ്ക്കാൻ നോക്കുക, ഒഴിവാക്കാൻ നോക്കുക. കാരണം കാലിന്റെ സെൻസേഷൻസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആ വെള്ളത്തിന്റെ ചൂട് നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ പല ആൾക്കാരും കാല് പൊള്ളിയിട്ടാ വരാം. ഇപ്പൊ രക്തോട്ടം ഇല്ലെങ്കിൽ ആ മീൻസ് ആ ബേൺസ് ഉണങ്ങില്ല. ദാറ്റ്സ് എൻ ഇഷ്യൂ. മുറിവ് വന്നാൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക.
അത് ആരായാലും കുഴപ്പമില്ല. മീൻസ് ഫിസീഷ്യൻസിനെ കാണിക്കുക, അല്ലെങ്കിൽ സർജൻസിനെ കാണിക്കുക, പൊഡിയാട്രിക് സർജൻസിനെ കാണിക്കുക, എൻഡോക്രിനോളജിസ്റ്റിനെ കാണിക്കുക, ആരെയും കാണിക്കുക. പെട്ടെന്ന് കാണിക്കുക, കാലരക്തോട്ടം എങ്ങനെയെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പ്ലാൻ ചെയ്യുക, ഫർദർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്താ വേണ്ടത്. സോ ഇതാണ് മെയിൻ സജഷൻസ് ഡയബറ്റിക് ഫുഡ് പേഷ്യൻസിന് വേണ്ടി. താങ്ക് യു ഡോക്ടർ, ഇത്രയും സമയം ഇന്റർവെൻഷണൽ റേഡിയോളജിനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്.